ആക്ച്വലി പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വണ്ടി മേടിക്കണം എന്ന് കുറെ ആൾക്കാർ പറഞ്ഞായിരുന്നു. 3.5 ലക്ഷം രൂപ കേട്ടോ. ഇതിനകത്തുനിന്ന് അഞ്ജുവിന് ഒരു വണ്ടി ചൂസ് ചെയ്യാം. അഞ്ജുവിന് ഇഷ്ടമുള്ളൊരു വണ്ടി ചൂസ് ചെയ്യാം. അങ്ങനെ ഫൈനലി ഏകദേശം 3 മാസത്തിന് ശേഷം ഞാൻ തിരിച്ച് നാട്ടിലോട്ട് പോവുകയാണ്. അഞ്ജു പ്രഗ്നന്റ് ആയിട്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് നമ്മുടെ ചാനലിൽ കുറെ പേര് കമന്റ് ചെയ്തായിരുന്നു UK എന്നുള്ള വീഡിയോസും അടുത്തു നാട്ടിൽ നിന്നുള്ള വീഡിയോസ് ആണ് വേണ്ടതെന്ന്. പക്ഷേ അഞ്ജു പ്രഗ്നന്റ് ആയിരിക്കുന്ന ഈ ഒരു സമയത്ത് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ 3 മാസം UK നിന്ന് അങ്ങനെ ഫൈനലി നമ്മൾ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരാളെ കാണാനായിട്ടുണ്ട് കേട്ടോ. ആരെയാണ് കാണാൻ പോകുന്നത് ഞാൻ പറയാം. അതിന് മുമ്പ് അഞ്ജു റെഡി ആയി നോക്കട്ടെ. അഞ്ജു റെഡിയായോ? പെട്ടെന്ന് റെഡിയോ ഒരാളെ കാണാൻ പോയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പോകുന്നതിന് മുമ്പ് നമുക്ക് UK ഒരാളെയും കൂടെ കാണാനായിട്ടുണ്ട്. ആരെയെന്നറിയോ? ആരെയാണെന്നറിയോ? നമ്മൾ പോകുമ്പോൾ നീ പെട്ടെന്ന് റെഡിയാവും. എന്നാല് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഉടനെ നമ്മൾ ഇറങ്ങാം. പീനട്ട് ബട്ടർ എന്തിനാ പുതിയത് പൊട്ടിക്കുന്നേ? പഴയത് തീർന്നോ? എടി ആ ഒരു പാക്കറ്റ് തീർന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഞാനിപ്പം എൻ്റെ മെയിൻ ഡയറ്റിനകത്ത് ഈ ഒരു മൈ ഫിറ്റ്നസിന്റെ പീനട്ട് ബട്ടറിൽ ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ സ്മൂത്തി ഉണ്ടാക്കാനായിട്ടും എൻ്റെ രാവിലത്തെ ബ്രെഡ് സ്പ്രെഡ് ആയിട്ട് ഞാനിപ്പോൾ ഇതാ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു പാക്കറ്റ് പടയേന്ന് തീർന്നു. അതുകൊണ്ട് രണ്ടാമത്തെ പൊട്ടിച്ചു. നമ്മൾ നേരത്തെ യൂസ് ചെയ്തോണ്ടിരുന്ന ഡാർക്ക് ചോക്ലേറ്റ് ക്രിസ്പി അല്ലേ? അപ്പൊ ഇതിന്റെ വേറെ ഫ്ലേവർ ഉണ്ടോ? സ്മൂത്ത് ഉണ്ട്, ക്രഞ്ചി ഉണ്ട്, ക്രിസ്പി ഉണ്ട്. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ക്രഞ്ചി. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ വേറെ അഡ്വാൻറ്റേജ് ആണ് അറിയോ, ഇത് 3 ടൈംസ് സാധാരണ പീനട്ട് ബട്ടറിനേക്കാളും സ്മൂത്തർ ആണ്. അതുപോലെ തന്നെ ഇതിനകത്ത് അഡീഷണൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ, ഈ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്ക് കിട്ടാൻ പറ്റിയ ഏറ്റവും നല്ല സോഴ്സ് ഓഫ് പ്രോട്ടീൻ ആണ് നമ്മുടെ ഈ മൈ ഫിറ്റ്നസിന്റെ പീനട്ട് ബട്ടർ. നമ്മുടെ ഈ ചോക്ലേറ്റ് ക്രിസ്പിയും അതുപോലെ ക്രഞ്ചി സ്മൂത്തി വേരിയൻസ് ഒക്കെ ആണല്ലോ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള വേരിയൻസ് ആണ്. അതുപോലെ തന്നെ ഇത് ഗ്ലൂട്ടൻ ഫ്രീ ആണ്, കീറ്റോ ഫ്രണ്ട്ലി ആണ്. എസ്പെഷ്യലി ഉണ്ടല്ലോ ഈ ഒരു ഡാർക്ക് ചോക്ലേറ്റ് പീനട്ട് ബട്ടറുമായിട്ട് മിക്സ് ചെയ്യുന്നുണ്ടല്ലോ, സൂപ്പർ കോമ്പിനേഷൻ ആയത്. അതുപോലെയാണ് നീ ചോദിച്ചാൽ ഇത് പ്രോട്ടീൻ ഉണ്ടെന്നല്ലേ ചോദിച്ചാൽ, ഇതിനകത്ത് നല്ല കണ്ടന്റ് ഓഫ് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇച്ചിരി കൂടുതൽ കഴിച്ചാലും നമുക്ക് വലിയ റിഗ്രറ്റ് ഒന്നും വരത്തില്ല. എനിക്കാണെങ്കിൽ പേഴ്സണലി ഈ ഒരു മൈ ഫിറ്റ്നസിന്റെ പീനട്ട് ബട്ടർ വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും ഇഷ്ടപ്പെട്ട മീൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാവിലെ എണീക്കുമ്പോഴേക്കും കുറച്ച് ഓട്സും അതിലേക്ക് കുറച്ച് പാലും, അതിനുശേഷം നമ്മുടെ മൈ ഫിറ്റ്നസിന്റെ പീനട്ട് ബട്ടർ ഒരു 2 സ്കൂപ്പും കൂടെ ഇട്ടിട്ട് അതിന് നന്നായിട്ട് ഞാൻ ആദ്യമേ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കും. അതൊന്ന് ബ്ലെൻഡ് ആയി കഴിയുമ്പോഴേക്കും അതിനകത്തേക്കുണ്ടല്ലോ ഒരു കുറച്ച് ബനാനയും കൂടെ കട്ട് ചെയ്തിട്ട് ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അത്യാവശ്യം നല്ല രീതിയിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നല്ല പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള നമ്മുടെ ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും ഈ ഒരു പീനട്ട് ബട്ടർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ശ്രദ്ധിച്ചാലും ഇത് ഇച്ചിരി ഒരു ക്രീമി ഫ്ലേവറില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ബ്രെഡിൽ സ്പ്രെഡ് ചെയ്യാനായിട്ടും പിന്നെ നമുക്ക് സ്മൂത്തി ഉണ്ടാക്കാനായിട്ടും ഭയങ്കര എളുപ്പമാണ്. നല്ല സൂപ്പർ ടേസ്റ്റ്. അപ്പോൾ നിന്റെ ബ്രേക്ക്ഫാസ്റ്റ് അതുപോലെ തന്നെ സ്മൂത്തി ഓൺ ദി വേ ആണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു പോകുന്നു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മൈ ഫിറ്റ്നസിന്റെ ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മേടിക്കാനുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. വേറെ കാര്യങ്ങളുണ്ട് കേട്ടോ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ട് 10% ഡിസ്കൗണ്ട് കിട്ടും. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ നേരെ മൈ ഫിറ്റ്നസിന്റെ വെബ്സൈറ്റിലേക്ക് പോവുക. പ്രോഡക്റ്റ് മേടിക്കാൻ നേരത്തെ നമ്മുടെ ഫിഷിംഗ് ഫ്രീക്സ് 10 എന്ന് പറഞ്ഞ ഈ ഒരു കൂപ്പൺ കോഡ് എൻ്റർ ചെയ്യുവാണെങ്കിൽ 10% ഡിസ്കൗണ്ട് കിട്ടും. അതുകൂടാതെ ഉണ്ടല്ലോ ആമസോൺ, ഫ്ലിപ്കാർട്ട്, ബിഗ് ബാസ്ക്കറ്റും ജിയോ മാർട്ടും ഈ ഒരു പ്രോഡക്റ്റ് സെല് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ ഉറപ്പായിട്ടും മേടിക്കുക കേട്ടോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനി 2 മിനിറ്റ് കൊണ്ട് നമ്മൾ പെട്ടെന്ന് റെഡിയാവും. എവിടെയാണ് പോകുന്നത് കാണിച്ചു കേട്ടോ. ജസ്ലിന്റെ കൊച്ചിനെ കാണാനായിട്ട്, അതായത് അഞ്ജുവിന്റെ കസിന്റെ കൊച്ചിനെ കാണാൻ വേണ്ടി പോവാണ്. ഞാനും അഞ്ജും UK തിരിച്ച് നാട്ടിലോട്ട് പോവാണ്. പക്ഷെ നാട്ടിലോട്ടല്ല നമ്മൾ ഡയറക്റ്റ് പോകും. നമ്മൾ ഫസ്റ്റ് US പോയിട്ട് അവിടെ നിന്നാണ് നാട്ടിലോട്ട് പോകുന്നത്. അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിന് മുമ്പ് അഞ്ജുവിന്റെ കസിൻ ഇവിടെ ഒരു കുഞ്ഞുവാവ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവരെ കാണാൻ വേണ്ടി പോവാണ്. പക്ഷേ അതിന് മുമ്പ് നമുക്ക് ഒരു സ്ഥലത്ത് വണ്ടി നിർത്തണം. എവിടെയാണ്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഒരാളെ കാണണം. ഫുഡ് മേടിക്കാനാണോ? സമയം ഇപ്പോൾ ഏകദേശം 12 മണിയാണ്. ഫുഡ് മേടിക്കാനല്ല, ഫുഡ് മേടിക്കണം. വേറെ ഒരു സ്ഥലത്ത് ഒരാളെ കാണണം. ആരെയാണെന്നറിയോ? നമുക്ക് പോയിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. ഇന്ന് ഫുള്ള് മഴയാണ്. നിങ്ങൾ കണ്ടോ, വഴി മൊത്തം മഴ പെയ്ത് കിടക്കുവാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുവാണ്. ഇന്നത്തെ വെതർ എങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഇന്നത്തെ വെതർ ഇത് കണ്ടോ, ഫുള്ള് മഴയാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒട്ടും ടെമ്പറേച്ചർ ഇല്ല. അപ്പം നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നാട്ടിൽ പോകുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ കൂട്ടുകാരെയൊക്കെ കുറച്ച് പേരെ കാണാനുണ്ട്. അപ്പോൾ നമുക്ക് റോഷൻ ഒന്ന് കണ്ടിട്ട് പോകാം. റോഷൻ അറിയാലോ? നമുക്ക് വണ്ടി തന്നെ, അതായത് നമ്മൾ റോഷന്റെ അടുത്താണ് ഈ ഒരു വണ്ടി മേടിച്ചത്. ഇവിടെയാണ് കേട്ടോ നമ്മൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റോഷന്റെ അടുത്ത് പോയിട്ട് റോഷനെ ഒന്ന് കണ്ട് ഹാപ്പി ന്യൂ ഇയർ ഒക്കെ വിഷ് ചെയ്തിട്ടാണ് പോകുന്നത് കേട്ടോ. വണ്ടി ഒന്ന് ക്ലീൻ ആക്കണം. ഇത് കണ്ടോ, വണ്ടി ഫുള്ള് ചെളിയാണ് കേട്ടോ. അല്ല, അത്യാവശ്യം ഒന്ന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ക്ലീൻ ചെയ്തായിരുന്നു. ഇനിയിപ്പോൾ ഒന്നും കൂടെ ക്ലീൻ ചെയ്യണം. അപ്പോൾ അഞ്ചു വണ്ടിക്കകത്ത് കയറിക്കോ. ആക്ച്വലി പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ പറയുന്നത് അഞ്ജുവിന് കേൾക്കാൻ പറ്റത്തില്ല. റോഷൻ്റെ അടുത്ത് ഞാൻ ഒരു വണ്ടി മേടിക്കുന്നുണ്ട് അഞ്ജുവിന് സർപ്രൈസ് ആയിട്ട്. അഞ്ജുവിന് ഇവിടെ ലൈസൻസിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അഞ്ജുവിന് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ അഞ്ജുവിന് ഞാൻ ഒരു വണ്ടി മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ പോകുന്നതിന് മുമ്പ് അഡ്വാൻസ് ആയിട്ട് ആ വണ്ടി നമ്മൾ ബ്ലോക്ക് ചെയ്യുവാണ് കേട്ടോ. വണ്ടി ഞാൻ കാണിച്ചു തരാം. അഞ്ജുവിന് അറിയത്തില്ല. ഇവിടുന്ന് ഞാൻ പറയുന്നത് അകത്തേക്ക് കേൾക്കത്തില്ല കേട്ടോ. ഈ വണ്ടി നല്ല നോയ്സ് പ്രൂഫ് ഉള്ള വണ്ടിയാണ്. അപ്പോൾ ഞാൻ വണ്ടിയൊക്കെ എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? റോഷൻ്റെ അടുത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ അഞ്ജുവിൻ്റെ മാപ്പ് എടുക്കും, ഫോൺ തായോ. ഇന്ന് 19 മിനിറ്റ് ആണ്. 6.1 മൈലാണ് കാണിക്കുന്നത് കേട്ടോ. അഞ്ജുവിൻ്റെ ലൈസൻസ് ഒക്കെ ഉടമ്പടിയായി. പഠനമൊക്കെ 10 ക്ലാസ്സിന് പോയായിരുന്നു. എങ്ങനെയുണ്ട്?
ഏകദേശം എന്നത്തേക്കാണ് ഡേറ്റ് എടുത്തിരിക്കുന്നത്? ഡേറ്റ് എടുക്കാൻ പറ്റിയില്ല, അതിന് മുമ്പ് പ്രഗ്നന്റ് ആയി. അപ്പൊ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ റോഷന്റെ വീട്ടിലേക്ക് പോകാം കേട്ടോ. ഇവിടുന്ന് റൈറ്റ് എടുത്ത് കഴിയുമ്പോഴേക്കും തൊട്ടടുത്ത് തന്നെയാണ് റോഷന്റെ വീട്. നമ്മുടെ വണ്ടി ഇവിടെ അടുത്ത് എവിടെയെങ്കിലും പാർക്ക് ചെയ്യാൻ വേണ്ടി പോകാണ് കേട്ടോ. അപ്പൊ നമ്മൾ വണ്ടി ഇവിടെ സേഫ് ആയിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്, വണ്ടി ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അഞ്ചു ഇറങ്ങുന്നില്ല, കാര്യം എന്ന് വെച്ചാൽ അഞ്ചിന് ഇറങ്ങി കയറാനായിട്ട് കുറച്ച് പാടാണ്. അടി ഞാൻ പെട്ടെന്ന് പോയിട്ട് റോഷന്റെ അടുത്ത് ഒരു ബൈ പറഞ്ഞിട്ട് ഞാൻ റോഷന്റെ അടുത്ത് ജസ്റ്റ് പറഞ്ഞിട്ട്. ഇത് റോഷന്റെ ഫ്രണ്ട്സ് ആണ് കേട്ടോ, സാബിർ എന്നാണ് ആളുടെ പേര്. ആള് മാഞ്ചസ്റ്ററിലുള്ളതാണ്. ആള് വന്നല്ലോ കറക്റ്റ് സമയം. റോഷന് വന്നിട്ടുണ്ട്. ഇത് എടുത്തോണ്ട് വരുന്ന വണ്ടിയാണോ വണ്ടി? കൊണ്ട് ബ്രോ ഞാൻ അഞ്ജുവിന്റെ അടുത്തൊരു ബൈ പറഞ്ഞിട്ടോ. എന്റെ ബൈ പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകാം. മൊത്തം പ്ലാനിങ് ആണ് കേട്ടോ. അഞ്ചു ആണെങ്കിൽ അവള് പിന്നെ പുള്ളിക്കാരി എന്നാൽ എന്തെങ്കിലും ഫ്രീ ടൈം കിട്ടുന്ന ഉടനെ ലൂഡോ കളിയാണ്. ഹാപ്പി ന്യൂ ഇയർ. എങ്ങനെയുണ്ട്? പോയിട്ട് വരുമ്പോഴേക്കും ഒരു കുട്ടി സെബിനൂടെ കാണും. പോയിട്ട് വരുമ്പോ ഞങ്ങള് ചെറിയൊരു റോഡും കാര്യങ്ങളും ഇതെല്ലാം സെറ്റ് ചെയ്ത് വെക്കണം. പിടിപ്പിക്കണം അല്ലേ? പിള്ളേര് വലുത് പിടിച്ച് തുടങ്ങട്ടല്ലേ? ഞങ്ങളിപ്പോ വരാവേ. അവിടെ കുറച്ച് ചേട്ടന്മാരുണ്ട്, അവരോട് ബൈ പറഞ്ഞിട്ട്. അപ്പൊ അഞ്ജുവിനെ അവിടെ ഇരുത്തിയിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം നോക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, അഞ്ജുവിന് സംഭവം അറിയത്തില്ല. നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ എനിക്ക് ആപ്പാടെ ഇവിടെ പറ്റിക്കാനുള്ള ഒരാൾ അഞ്ചു മാത്രമേ ഉള്ളൂ. അപ്പൊ എന്റെ മെയിൻ ടാർഗറ്റ് അഞ്ചുമാണ് കേട്ടോ. അപ്പൊ നമ്മുടെ പ്ലാൻ എന്ന് വെച്ചാൽ അപ്പൊ ഞങ്ങൾ എന്താണെങ്കിലും പോകുമ്പോഴേക്കും നമ്മുടെ അടുത്ത് കുറെ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കാറുണ്ട്, ഞാൻ ഇല്ലാത്ത സമയത്ത് വണ്ടി എന്താണ് ചെയ്യുന്നതെന്ന്. നമ്മളില്ലാത്ത സമയത്ത് വണ്ടി നോക്കുന്ന ഒബിയസ്ലി റോഷനാണ്. നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെ നിന്ന് തൊട്ട് ഈ കിടക്കുന്ന ഫുള്ള് ലൈൻ കിടക്കുന്ന വണ്ടി റോഷന്റെ വണ്ടിയാണ് കേട്ടോ. ആളാണെങ്കിൽ വണ്ടി എടുത്ത് കൊടുക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്ന വണ്ടിയാണ്. അപ്പൊ നമ്മുടെ വണ്ടിയും കൂടെ ആള് നോക്കിക്കോ. നമ്മളവിടെ ഗ്യാരേജിൽ ഇപ്പൊ നമ്മളൊരു പുതിയ പ്ലോട്ട് എടുക്കുന്നുണ്ട്. അപ്പൊ അതിന് അതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഗ്യാരേജിൽ ഇപ്പൊ നമ്മുടെ ഓൾറെഡി നമ്മുടെ അറ്റ് എ ടൈം 20 മുകളിൽ വണ്ടി കിടപ്പുണ്ട്. 25 വണ്ടി എപ്പോഴും നമ്മുടെ ഉണ്ട്. നമ്മുടെ പുതിയ ഗ്യാരേജിലേക്ക് ഞങ്ങൾ അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്കും അവിടെ ആയിരിക്കും. അപ്പൊ നമ്മുടെ പ്ലാൻ പറഞ്ഞു തരാം. അഞ്ജുവിനെ നമ്മൾ ആക്ച്വലി വണ്ടിയെല്ലാം കാണിക്കും, പെട്ടെന്നുള്ളതായിരിക്കും. അവരോട് ഇറങ്ങിയിട്ട് നിനക്ക് ഇഷ്ടമുള്ള വണ്ടി ഇതിനകത്ത് ചൂസ് ചെയ്തതായിട്ട് പറയും. ഏത് വണ്ടി വേണം അഞ്ജുവിന് ചൂസ് ചെയ്യാം. പക്ഷെ അതിനകത്ത് ഈ ഒരു വണ്ടി റോഷന്റെ പേഴ്സണൽ വണ്ടിയാണ്. ഈ വണ്ടി മേടിക്കണം എന്ന് കുറെ ആൾക്കാർ പറഞ്ഞായിരുന്നു. പക്ഷെ ഇത് റോഷൻ പൊന്നുപോലെ കൊണ്ട് നടക്കുന്ന വണ്ടിയാണ്. ഈ വണ്ടി കൊടുക്കാനുള്ള വണ്ടിയല്ലല്ലോ. ഇല്ല അത് ഞാൻ കൊടുക്കുന്നില്ല. അത് ഓൾറെഡി എല്ലാ വണ്ടിയെല്ലാം കുറേയേറെ വർക്ക് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേക്കും വർക്കിന് കയറ്റിയിരിക്കുമായിരുന്നു തോന്നുന്നു അല്ലേ? കുറച്ച് വർക്കൊക്കെ ചെയ്ത. ഓ ഇതിന്റെ സെയിം ആണ് ഈ ഒരു ഗ്രേ കിടക്കുന്നതല്ലേ? 3 ഡോർ 5 ഡോർ. ഇത് സ്റ്റോക്കും ഇത് 3 ഡോർ ആണ്. ആക്ച്വലി ഇത് 5 ഡോർ ആണ്. പിന്നെ ഇത് സ്റ്റോക്ക് കണ്ടീഷൻ ഉള്ള ഒരു വണ്ടിയാണ്. പക്ഷേ ഈ വണ്ടിക്ക് ഏകദേശം എന്നാ ഒരു പ്രൈസ് വരുന്നത്? ഏകദേശം ഇത് 3,500 പൗണ്ട്. 3,500 പൗണ്ടിൽ വരുന്ന വണ്ടിയാണല്ലേ? അടിപൊളി. ഇവിടെ വരുമ്പോഴേക്കും എനിക്ക് BMW അതായത് 3.5 ലക്ഷം രൂപ കേട്ടോ. 3.5 ലക്ഷം രൂപ നമ്മുടെ നാട്ടിലെ കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ അടിപൊളി. അതും ഇത് 1 സീരീസ് ആണ്. 116i എന്ന് പറഞ്ഞ മോഡലാണ്. 116i നല്ല വണ്ടിയാണ്. ഏകദേശം എത്ര ഓടിയതാണ്ട്? ഇത് ലോ മൈൽസ് ആണ്. ഏകദേശം 65-70 അങ്ങോട്ട് ഓടി. അത്ര ഓടിയിട്ടുള്ളൂ. അടിപൊളി. അതെ. ഇത് കൊള്ളാലോ. അപ്പൊ അതിന്റെ തന്നെ ഇവര് റോഷനൊക്കെ പണിതൊരു വണ്ടിയാണ് കേട്ടോ ഈ കിടക്കുന്നത്. ഇത് മാരക ലുക്കാണ്. ഇതിന്റെ പണി ഫുള്ള് കഴിഞ്ഞാണോ അതോ? ഇതില്ല, കുറച്ചുകൂടെ വർക്ക്സ് നടക്കുന്ന ചെയ്യാനുണ്ട് വണ്ടി. സമയം കിട്ടുന്നതനുസരിച്ച് ഓരോ അപ്ഗ്രേഡ് ചെയ്തോണ്ടിരിക്കുവാണല്ലേ? അതുകൊണ്ട് ഇത് മേടിക്കാനായിട്ട് 5 പറഞ്ഞാലും 6 പറഞ്ഞാലും നമുക്ക് തൽക്കാലം ഇത് മേടിക്കാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ വണ്ടി എടുത്ത് പണിയാം കേട്ടോ. റോഷൻ ഈ പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഗ്യാരേജ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി എടുത്ത് പണിയാനായിട്ടാണെങ്കിലും ആളെ ഏൽപ്പിച്ചാൽ മതി, ആള് പണിത് തരും. മോഡിഫിക്കേഷൻ ആണല്ലോ നമ്മുടെ മെയിൻ നാട്ടിലായിരുന്നല്ലേ? നാട്ടിൽ പക്ഷെ ഇപ്പൊ നടക്കത്തില്ല. UK പക്ഷെ അതിനുള്ള റൂൾസ് ഒന്നും ഇല്ലല്ലോ. ഇവിടെ ആക്ച്വലി നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും വണ്ടി മോഡിഫൈ ചെയ്യാം. ഒരുപാട് ഇപ്പം സൗണ്ട് പൊല്യൂഷൻ അങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു നോർമൽ രീതിയിലുള്ള എല്ലാ വർക്കും നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്കൊരു 5 വിളിച്ചാലേ ഇനി 5 വിളിക്കാനല്ലേ? 5 പെട്ടെന്ന് ഇറങ്ങി വന്നേ. പെട്ടെന്ന് ഇറങ്ങാണ്ട് പയ്യെ ഇറങ്ങിയാൽ മതി. പെട്ടെന്ന് ഇറങ്ങലൊന്നും നടക്കുന്ന കാര്യമല്ല. ഞാൻ പിടിക്കാം. നാട്ടിൽ പോകുന്നതിന് മുമ്പ് ഉണ്ടല്ലോ റോജിനോടും കൂടെ ഒരു റോജിനെ കണ്ടില്ലായിരുന്നല്ലോ. റോജന അവിടെ നിൽപ്പുണ്ടായിരുന്നു. റോജനെ കണ്ടില്ലല്ലോ. കറക്റ്റ് മഴ പെയ്യാൻ വേണ്ടി തുടങ്ങി കേട്ടോ. ഇതാണ് മാഞ്ചസ്റ്ററിൽ ഒരു വെതർ എന്ന് പറഞ്ഞാൽ. നമ്മളിവിടെ നിൽക്കുമ്പോഴേക്കും നല്ല വെയിലൊക്കെ ആയിരിക്കും. പെട്ടെന്ന് ഒരു മിനിറ്റ് കൊണ്ട് വെതർ മൊത്തത്തിൽ മാറും. റോഷന്റെ വൈഫും കുട്ടികളും നാട്ടിൽ പോയിരിക്കുമായിരുന്നു. റോജനോടും കൂടെ ഒരു ഞങ്ങൾ പോവാ പറഞ്ഞായിരുന്നു. പോകുന്നതിന് മുമ്പ് എന്ന കാര്യം ഒന്ന് പറഞ്ഞേക്കാം 5 മിനിറ്റ് അല്ലേ? ആക്ച്വലി നമ്മൾ വന്നതിന്റെ കാര്യം എന്നാ? നമ്മൾ വന്നതിന്റെ കാര്യം അഞ്ജുവിനൊരു കാറ് നിനക്ക് ഇതുവരെ അതാണ് അഞ്ജുവിനെ ഈ പറഞ്ഞതുപോലെ. അഞ്ജു ലൈസൻസ് എടുക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതി പുള്ളിക്കാരിക്ക് പ്രൊഫഷണലുണ്ട്. തിയറി പാസ്സായി. എനിക്ക് തോന്നുന്നു 10-12 ക്ലാസ് കൂടി. അപ്പൊ നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് നാട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഏതെങ്കിലും ഒരു വണ്ടിയിൽ ജിപ്സിയോ വല്ലോ എഴുതി പഠിപ്പിക്കും. നന്നായിട്ട് പഠിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് ടെസ്റ്റ് എഴുതി പാസ്സാകുന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ വണ്ടി മേടിച്ച് കൊടുക്കുവാണെങ്കിൽ നാട്ടിൽ പോയി പഠിക്കാനായിട്ട് ആൾക്കൊരു മോട്ടിവേഷൻ ഉണ്ടാകും. അതുകൊണ്ട് അഞ്ജുവിന് റോഷനാണ് ആക്ച്വലി ഈ ഓഫർ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങോട്ട് നോക്കിയേ. ഇതിനകത്ത് 5 റോഷൻ നോക്കുകയാണ്. ഇവിടെ കിടക്കുന്ന ഈ വണ്ടികളൊക്കെ ആരുടെയെന്ന് അറിയാലോ?
ഇതെല്ലാം റോഷന്റെ വണ്ടിയാണ്. ഇതിനകത്തുനിന്ന് അഞ്ജുവിന് ഒരു വണ്ടി ചൂസ് ചെയ്യാം. അഞ്ജുവിന് ഇഷ്ടമുള്ള ഒരു വണ്ടി ചൂസ് ചെയ്യാം. അഞ്ജുവിന് ഇവിടം തൊട്ടാണ് വണ്ടി കിടക്കുന്നത്. ഇവിടം തൊട്ട് കിടക്കുന്നതിനകത്ത് എല്ലാ വണ്ടിയും നടന്ന് നോക്കിയിട്ട് അഞ്ജുവിന് ഇഷ്ടമുള്ള വണ്ടിയാണ് അഞ്ജുവിന് ചൂസ് ചെയ്യാം. അത് അഞ്ജുവിന് മേടിച്ച് ഫ്രീ ആയിട്ട് വരുന്നല്ലോ കേട്ടോ. റോഷന്റെ ബിസിനസ് ആണ്. റോഷൻ ഉറപ്പായിട്ട് ഡിസ്കൗണ്ട് അത് സൈഡിൽ കൂടെ പറയുമായിരുന്നു. ആ BMW ഈ പറഞ്ഞ പോലെ റോജിനും റോഷനും പൊന്നുപോലെ നോക്കുന്ന വണ്ടിയാണ്. അത് ചൂസ് ചെയ്താലും റോഷൻ ഇങ്ങനെ സൈഡിൽ കൂടെ പറഞ്ഞു ബ്രോ അത് ചൂസ് ചെയ്യരുത് അഞ്ജുവിൻ്റെ അടുത്ത് പറയണമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം BMW ഒഴിച്ചിട്ട് ആ റെഡ് വണ്ടി അതൊഴിച്ച് ഈ കിടക്കുന്ന ലൈനിലുള്ള ഏത് വണ്ടി വേണമെങ്കിലും അഞ്ജുവിന് ചൂസ് ചെയ്യാം. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് നടക്കാം. ഈ ഒരു സൈഡിൽ നിന്ന് തുടങ്ങുവാണ് കേട്ടോ. നമ്മൾ കൊടുക്കുന്ന എല്ലാ വണ്ടികളും തന്നെ ഇപ്പൊ റീസെന്റ് സർവീസ് ചെയ്തു. സർവീസ് ചെയ്യും വണ്ടി. ഓയിൽ ഫിൽറ്റർ എല്ലാം മാറി ഇൻസ്പെക്ഷൻ റിപ്പോർട്ട്, 1 വർഷത്തെ MOT, നമ്മുടെ 3 മാസത്തെ വാറണ്ടി എല്ലാം ഫ്രീ വാറണ്ടി. അപ്പൊ വാറണ്ടി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിനുള്ള ബാക്കപ്പ് നമ്മൾ കൊടുക്കുന്നതാണ്. ഇതൊട്ട് തുടങ്ങാം. ജർമ്മന അല്ലയോടാ. അതെ. വോക്സ്വാഗൻ പോളോ 1.2 പെട്രോൾ, എല്ലാം പെട്രോൾ ആട്ടോ. എല്ലാ വണ്ടികളും പെട്രോളാണ്. പണിയുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. അതും ഇതിന്റെ പ്രത്യേകം കളർ കണ്ടോ, ബ്ലൂ ആണ്, നല്ല അട്രാക്റ്റീവ് ആണ്. ഇത് ടൊയോട്ടയുടെ ഓറിസ് ആണ്, 2017 എഡിഷൻ ആണ്, ഹൈബ്രിഡ്. ഇതിന് എന്നാ റേറ്റ് വരുന്നത്? 10 above ആണ്, 10 to 12. 10 to 12 ആണ് വരുന്നത് അല്ലേ? ഓറിസ് അടിപൊളി. ഇത് ഏതാ? 2017 മോഡൽ. ഇത് നിസാന്റെ കഷ്കായ് ആണ്. നിസാന്റെ കഷ്കായ് 2014 മോഡലാണ്. 14 മോഡൽ 2014 തൊട്ടാണ് ഇത് ന്യൂ ഷേപ്പ് വരുന്നത് അല്ലേ? 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ. ഇത് ഫോർഡ് C-Max ഓട്ടോമാറ്റിക് ആണ്, ലോ മൈൽസ്. ഇത് കൊടുക്കുന്നുണ്ടോ? ഇത് കൊടുക്കുന്നില്ല. ഇതിൽ ഓൾറെഡി നമ്മളെല്ലാം വർക്ക് ചെയ്ത. ഇതിനകത്ത് ആക്ച്വലി നമ്മുടെ ഇന്ത്യൻ മണി പറയുകയാണെങ്കിൽ ഒരു 1.5 ലക്ഷം രൂപയുടെ സൗണ്ട് സിസ്റ്റം മാത്രം ഉണ്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി. അപ്പൊ ഉറപ്പായിട്ടും ഇതെനിക്ക് തോന്നുന്നു റോഷന്റെ കീപ്പിംഗുള്ള ഗ്യാരേജിലേക്കുള്ള വണ്ടിയാണ്, പേഴ്സണൽ ഗ്യാരേജിലേക്കുള്ള വണ്ടി. അതിന്റെ അല്ലേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഇത് BMW 1 സീരീസ് 5 ഡോർ. റോജ് സൈഡിൽ കൂടെ എന്ന് പറയുകയാണ്. ഇത് ഞങ്ങൾ കൊടുക്കാൻ പ്ലാനില്ല. ആക്ച്വലി ഈ വണ്ടി നമ്മൾ സെയിൽസിന് എടുത്തതാണ്. പക്ഷേ ഇതിപ്പോ റോജിന് ഇപ്പം ഓടിച്ചപ്പം ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ഇപ്പൊ മഴയാണ്ടാണ് ഇത് കൺവേർട്ടബിൾ ആണ് വണ്ടി. നമ്മൾ ഇവിടെ സമ്മറിലൊക്കെ നമുക്കൊരു റീലൊക്കെ എടുക്കണമെന്ന് തോന്നുവാണെങ്കിൽ രസമാണ് വണ്ടി. ആക്ച്വലി മിനി കൂപ്പർ ഓടിച്ച ആൾക്കാർക്ക് അറിയാം, ഇത് ഫണ്ണാണ് വണ്ടി. ഇവിടെ എനിക്ക് ട്രാഫിക്കിൽ കൊണ്ടു നടക്കാനായിട്ടൊക്കെ അല്ലേ. മൈലേജ് എത്രയുണ്ട്? 40 കിലോമീറ്റർ മൈലുണ്ട്. റോജിന് എനിക്ക് വന്ന് 1 അവർ ഡ്രൈവ് ചെയ്തിട്ടാണ് പോകുന്നല്ലേ എല്ലാ ദിവസവും. ഫാബിയാണ്. ഇതും 2013 മോഡലാണ്, 1.2 പെട്രോൾ. ഇത് നമ്മുടെ വണ്ടിയല്ല, ഇത് ആരും ഇടയ്ക്കോട്ട് പറയില്ല കേട്ടോ. ഇത് കൊടുക്കാനുള്ള വണ്ടിയല്ല. ഈ റോഷന്റെ വണ്ടിയിലെല്ലാം നിങ്ങൾ നോക്കുവാണെങ്കിൽ ഗോഡ് ഫാദർ ഓട്ടോ ഡീലേഴ്സ് ലിമിറ്റഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് UK രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഹലോ, വാട്ട്സ് ഹിസ് നെയിം? I think he wants to come. She want by? Yeah, she's very friendly. I have a Jack Russell. Back in India. I'm from India. Oh, she wants to come. Bye. ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. അടിപൊളി. ഇത് കണ്ടല്ലോ, ശരിക്കും ഒരു പട്ടീനാണ് മേടിച്ചല്ലോ അടുത്ത പ്രാവശ്യം വരുമ്പോ. നമ്മള് സാധാ ബഡ്ജറ്റ് രീതി കൊടുക്കാൻ ഇട്ടേക്കുന്ന വണ്ടിയാണ്, ഫോർഡ് ഫിയസ്റ്റ. ഇതിനൊക്കെ എന്നാ റേറ്റ് വരുന്ന വണ്ടിക്ക്? നമ്മള് 1500 പൗണ്ട് 2000 പൗണ്ടിൽ വരുന്ന വണ്ടിയാണല്ലേ. വാറണ്ടി ഉണ്ട്, നമ്മള് ഡെലിവറി ചെയ്യണം. അങ്ങനെയാണ് ഈ വണ്ടി ഒന്ന് ബ്ലോക്ക് ചെയ്തത്. കാര്യം എന്റെ കസിൻ വരുന്നുണ്ട്. അപ്പൊ പുള്ളിക്കാണെങ്കിലും ഫസ്റ്റ് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വണ്ടിയാണ്. അവർ സ്റ്റുഡന്റ് ആയിട്ട് വരുന്ന. ഇത് നമ്മുടെ വണ്ടിയല്ല. ഇത് തന്നെ പറയണ്ട. ഇനിയിപ്പോ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഇത് ഫുള്ള് റോഷന്റെ ഗ്യാരേജിലാണ്. അപ്പൊ ഇതും ഫോർഡ് C-Max എന്ന് പറഞ്ഞ മോഡലാണ്. ഓ അടിപൊളി. 2008 മോഡലല്ലേ ഇത്. ഇനിയിപ്പോ ലാസ്റ്റ് റോഷൻ ഇപ്പൊ എടുത്തോണ്ട് വന്ന വണ്ടി ഇത് BMW 3 സീരീസ്. അതെ, 3 സീരീസ് ഓട്ടോമാറ്റിക് ആണ്, 3 സീരീസ് വണ്ടിയാണ്. അടിപൊളി. ഇത് എത്രയാ വരുന്നത് ബ്രോ? ഇത് പ്രൈസ് ഞാൻ ഇട്ടിട്ടേ ഉള്ളൂ വണ്ടി. എനിക്ക് തോന്നുന്നു ഇതിന്റെ പ്രൈസ് ഒക്കെ അറിയാൻ താല്പര്യം. ഇനി പേഴ്സണൽ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ ഏതെങ്കിലും വണ്ടിയുടെ പ്രൈസ് അറിയണമെങ്കിൽ റോഷനെ വിളിച്ചു ചോദിക്കാനുള്ള നമ്പർ നമ്മൾ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് വിളിച്ചിട്ട് കിട്ടില്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്താലും മതിയല്ലോ. വാട്സ്ആപ്പ് ചെയ്താലും മതി. അതുപോലെ തന്നെ ഞാനിപ്പം വെബ്സൈറ്റ് ഞാൻ കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് പോകുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ വെബ്സൈറ്റ് ഉണ്ട്, നമ്മുടെ സോഷ്യൽ മീഡിയാസ്, ഇൻസ്റ്റാഗ്രാം എല്ലാം. അപ്പൊ റോഷന്റെ വെബ്സൈറ്റും അതുപോലെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം താഴെ കാണിക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ ഡയറക്റ്റ് വിളിച്ച് നിങ്ങൾക്ക് എൻക്വയറി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇത്രയും കണ്ടതിൽ ഏറ്റവും മനസ്സിൽ സ്ട്രൈക്കിംഗ് ആയിട്ട് നിങ്ങളുടെ കളർ ഏതാ? നീല. ഏത് നീല? എന്റെ മനസ്സിലുള്ളത് അഞ്ചിന് മനസ്സിലുള്ളത് ഒരുപോലെയാണെന്ന് നോക്കട്ടെ. 5 നടന്ന് കാണിച്ചു തരും കേട്ടോ. ഇത്തിരി സ്പീഡ് നടക്ക്. ഓ സോറി, കൂടെ ഒരാളുള്ള കാര്യം ഞാൻ മറന്നുപോയി. ഒരു കാര്യം, 5 നീലയാണ് കണ്ടിരിക്കുന്നത്. ഏത് നീല ഇഷ്ടപ്പെട്ടെ? 5 ഉണ്ടല്ലോ. നമ്മളിപ്പോ ഇവിടെ ആക്ച്വലി 3 നീലവണ്ടി കിടക്കുന്നുള്ളൂ. 1, 2, 3. ഇതിനകത്ത് ഏതോ ഒരു നീലയാണ് ആൾക്ക് ഇഷ്ടപ്പെട്ടത്. ഏതാ ഇഷ്ടപ്പെട്ടെ? ഏത്?
ആ വണ്ടിയുടെ പേരെന്നറിയോ? എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ എനിക്ക് തോന്നുന്ന എല്ലാ വണ്ടി പ്രാന്തന്മാരുടെ ഇഷ്ടമുള്ളൊരു വണ്ടിയാണ് പോളോ. അതിനകത്ത് പോളോയ്ക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ആക്ച്വലി ആ 3 door ആണ്. അപ്പോൾ ഇതാണ് അഞ്ചു പറഞ്ഞിരിക്കുന്ന വണ്ടി. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കളർ ഭയങ്കര വൈബ്രന്റ് ആയിട്ട് തോന്നി കേട്ടോ. അഞ്ചു അകത്ത് കയറിയിരുന്നു. ഇതിന് താക്കോലുണ്ടോ? അഞ്ചു എവിടെ പഠിച്ചു നമുക്ക് ഇപ്പോൾ അറിയാൻ പറ്റും കേട്ടോ. നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ഇപ്പോൾ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണോ? എല്ലാ സർവീസ് MOT എല്ലാം വാലറ്റിങ് എല്ലാം നല്ല വെയിറ്റ് നല്ല ഇത് ബിൽഡ് ക്വാളിറ്റി കൂടുതലാണ് കുറച്ചുകൂടെ. ഇത് കനമുണ്ടല്ലോ ഭയങ്കര. അന്ന് അഞ്ചു എടുത്തോ, വണ്ടി എടുത്തോ. അഞ്ചിന് ലീഗിൽ എടുക്കാൻ പറ്റത്തില്ല, കാര്യം എന്താ വെച്ചാൽ അഞ്ചിന് ഓടിക്കാൻ പറ്റത്തില്ല. ഒരു കാര്യം ചെയ്യാം, റോഷൻ പ്രോ എടുക്കും, ഞങ്ങൾ പറയുന്ന റിവ്യൂ പറയാം. റോഷൻ അപ്പോൾ വണ്ടി എടുക്കും. അപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഞാൻ ഇന്റീരിയർ കാണിച്ചു തരാം. ഇന്റീരിയർ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. നമ്മളെല്ലാ വണ്ടികളും എല്ലാം ചെയ്തു, വാലറ്റ് ചെയ്തു, പോളിഷ് ചെയ്തു, എല്ലാം കഴിഞ്ഞ് കൊടുക്കും. നമ്മൾ കൊടുക്കത്തുള്ളൂ. അതും ഞാൻ എവിടെയാണോ അവിടെ ഞാൻ ഓടിച്ചോണ്ട് കൊടുക്കും. നമ്മൾ UK എല്ലായിടത്തും എല്ലായിടത്തും കൊണ്ട് കൊടുക്കും. നമ്മൾ ഡെലിവറി ഉണ്ട്. അതാ ഞാൻ ഒരു പ്രാവശ്യം റോഷൻ വിളിക്കും, പറയും ബ്രോ ഞാൻ സ്കോട്ട്ലൻഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ ഇന്ന് കാർഡിഫ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുൾ ഓട്ടത്തിലാണ് ആള് കേട്ടോ. അഞ്ചു പുറകിലിരിപ്പ് എങ്ങനെയുണ്ട്? നല്ലതാണോ? നമ്മുടെ ബ്രോ ആണെങ്കിൽ ഇവിടുത്തെ ട്രേഡ് ലൈസൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഡ്രൈവർ ആൻഡ് വെഹിക്കിൾ ലൈസൻസിങ് ഇവിടുത്തെ DV അല്ലേ? ഇവിടുത്തെ DVയിലെ ട്രേഡ് പ്ലേറ്റ് ആണ് ഇത് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഉണ്ടല്ലോ ഇതിലും ഒന്ന് വണ്ടി ഓടിച്ചിട്ട് വരാം. അടിപൊളി വണ്ടി, ഭയങ്കര സ്മൂത്ത് ആണ് കേട്ടോ. എഞ്ചിൻ ഭാഗം നിങ്ങൾ നോക്കുവാണെങ്കിൽ സൗണ്ടോ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ സൈഡിലത്തെ ലെതേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ എല്ലാം സ്റ്റിച്ച്ഡ് ആണ്, പ്രോപ്പർ. അങ്ങനെ ഫൈനലി നമ്മൾ തിരിച്ചതേ റോഷന്റെ ഒക്കെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? അഞ്ചു കീ മേടിക്കുന്ന ചടങ്ങിൽ ഇതുവരെ നീ വണ്ടിയുടെ കീ എപ്പോഴെങ്കിലും മേടിച്ചിട്ടുണ്ടോ കയ്യിൽ? സ്വന്തം വണ്ടിയുടെ ഇല്ലല്ലോ, സ്വന്തം വണ്ടി ഇല്ലല്ലോ. അഞ്ചു ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു വണ്ടിയുടെ കീ മേടിക്കുവാണ് കേട്ടോ. നമ്മുടെ ഓണേഴ്സ് മാനുവൽ എല്ലാം കൂടെ. അടിപൊളി. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ലൈസൻസ് എടുത്തിട്ട് വരുമെന്ന് പറ. ലൈസൻസ് എടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ലേ, കഴിഞ്ഞ വട്ടം നമ്മൾ വെൽഫെയർ എടുത്ത സമയത്ത് പറഞ്ഞ അത് കഴിഞ്ഞിട്ട് പ്രഗ്നന്റ് ഞാൻ ഇരിക്കും, എന്തായാലും 5 രൂപ നമ്മൾ എത്രയോ വണ്ടികൾ അത് നോക്കാൻ 5 രൂപ ഞാൻ എന്തായാലും ഉറപ്പാണ് അഞ്ചു പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പൊ താങ്ക് യു സോ മച്ച് അഞ്ചു. താങ്ക്സ് പറഞ്ഞേ. താങ്ക് യു. അതുപോലെ തന്നെ റോഷ താങ്ക് യു. ഇനി അടുത്ത വരവിന് കാണാം. അടുത്ത വരവിന് കാണാം റോജനെ. അപ്പൊ അടുത്ത വരവിന് കാണാം കേട്ടോ. ഓക്കെ. ആക്ച്വലി അതുപോലെ തന്നെ ഞാൻ റോഷന്റെ കുറച്ച് ഫ്രണ്ട്സും കൂടെ വന്നിട്ടുണ്ട്. ഇവരെ ഞാൻ വീഡിയോ കാണിച്ചില്ല, ഒരു സൈഡിൽ നിന്ന് പരിചയപ്പെടുത്തി തരാം. ചേട്ടന്റെ പേര് സനു എന്നാണ്. ചേട്ടന്റെ പേര് നാട്ടില് ട്രിവാൻഡ്രത്താണ് ആളുടെ വീട്. അതുപോലെ തന്നെ നിതിൻ എന്നാണ് പേര്, ട്രിവാൻഡ്രത്ത് തന്നെയാണ്. അതുപോലെ തന്നെ കിരൺ എന്നാണ് ആളുടെ പേര്, പാലക്കാട്. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സെബിൻ സുരേഖ്. വെൽക്കം ബാക്ക്. അവിടെ വന്നോ. കറക്റ്റ് സമയത്ത് അഞ്ചുവിനെ പറ്റിക്കാൻ ഒരാളോട് വന്നിട്ടുണ്ട്, ലാസ്റ്റ് ടൈം ഉണ്ടായി. അപ്പോൾ റോഷന്റെ ബ്രദറാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് കേട്ടോ. അടുത്ത വരവിന് കാണാം. ശരി ചേട്ടാ. അപ്പോൾ ഹാപ്പി ജേർണി, ഹാപ്പി ന്യൂ ഇയർ.